ഹായ് ഓൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ള ചോറും കൂട്ടാനും കറികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ളത് കണ്ണൻ മീനാണ്. അതിൽ ഉപ്പ്, മഞ്ഞൾ, മുളക്, അതുപോലെ കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ മിക്സ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് വേറൊരാളെ കൂടി കൊണ്ടുവരാം. ഈ തൊടിയിൽ തന്നെ ഉണ്ടായ നമ്മുടെ ചീരയാണ് കേട്ടോ. ഞാൻ നട്ട ചീരയാണ് കേട്ടോ. കുറേ ആയി നട്ടിട്ട് ഇത് പോകാനായിട്ടുണ്ട്. എന്നാലും ഇന്നൊക്കെയുള്ള കറി ഉണ്ടാക്കാനുള്ള ഇലയൊക്കെ ഇതിൽ തന്നെ ധാരാളം ഉണ്ട് കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് നട്ട ആ ഒരു ഇല പറിച്ചിട്ടുണ്ടാക്കുന്ന കറിക്ക് നമുക്ക് വല്ലാത്തൊരു സ്വാദായിട്ട് തോന്നും കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ചീരയുടെ ആ ഒരു സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെടാറില്ല കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, ഇവിടെ ഉണ്ടാകുന്ന ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്മേൽ തന്നെയാണ് ഇല എടുക്കൽ കേട്ടോ. കടയിൽ നിന്ന് ചീര വാങ്ങാറില്ല. അപ്പോൾ ഇത് മോൾക്കും എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്ര ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിന്ന് സിമ്പിളായിട്ടുള്ള ചീരക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ലവണ്ണം കേക്ക് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിവിടെ ചീരക്കറി ഉണ്ടാക്കാം കേട്ടോ. ചീര നല്ലോണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ ചെറിയ ഉള്ളി നല്ലോണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളക് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം തന്നെ നമ്മൾ മറ്റേ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ മീനിലൊക്കെ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. എന്നാലും ലാസ്റ്റ് അത് നമ്മളാകെ പൊടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മീൻ കഷ്ണങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ ചെറിയുള്ളിയും എല്ലാം എണ്ണയിൽ മൂപ്പിക്കാൻ വെച്ചിരുന്നല്ലോ, അത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തിളച്ചതിന് ശേഷമാണ് കേട്ടോ ചീരയുടെ ഇല ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ മുരിങ്ങയുടെ ഇലയൊക്കെ താളിക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ പൊരിക്കാൻ വെച്ചത് ഒരു ഭാഗത്തും, അതുപോലെ തന്നെ നമ്മൾ ചീരയുടെ ഇലയൊക്കെ ഇട്ടിട്ട് നല്ലോണം തിളക്കുന്ന കറി അപ്പുറത്തുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമുക്ക് വേറെ ഒരാളെ കൂടി കൊണ്ടുവരാം. ഞാൻ ഇന്നലെ കപ്പ പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി. അപ്പോൾ അത് ഇന്നലെ ബാക്കിയായി. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് തന്നെ ഒരു കൂട്ടാനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നല്ലോണം പൊങ്ങിയ പൂളയാണ്, അതൊന്ന് കുത്തി ഉടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇന്നലെ ബാക്കിയായതാണ് രാത്രി കേട്ടോ. രാത്രി പൊങ്ങിയ കപ്പ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അത് നല്ലോണം കുത്തി അടച്ചതിന് ശേഷം നമ്മൾ ഞാൻ കുക്കറിലാട്ടോ അത് ഉണ്ടാക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് കടുകും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഈ കുത്തി അടച്ച പൂള ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലൊരു കൂട്ടാനാക്കി എടുക്കാം. കപ്പ പൊരിക്കനാണ് കേട്ടോ ഇവിടെ പൂളക്കൂട്ടാൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് സെക്കൻഡ് ട്രിപ്പിൽ പൊരിച്ച മീനാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചിരുന്നത് എൻ്റെ ഫസ്റ്റ് ട്രിപ്പത്തെ മീനിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ആകെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് പൊളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല എൻ്റെ പ്രശ്നമാണോ ചട്ടിയുടെ പ്രശ്നമാണോ അതോ മീനിൻ്റെ പ്രശ്നമാണോ എന്ന്. പക്ഷേ സെക്കൻഡ് ട്രിപ്പ് പൊരിച്ചപ്പോൾ മനസ്സിലായി കേട്ടോ, ആദ്യം എൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ നല്ലോണം പൊട്ടിപ്പൊളിഞ്ഞ ആ മീൻ തന്നെ കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ മീനും നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടായ ചീരക്കറിയും പൂളക്കൂട്ടാനും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഉച്ചക്കുള്ള ചോറ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.